സോക്കോൾഡ് യുക്തിവാദികൾ അവർ ജനിച്ചു വീണ മതത്തെ വിമർശിക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ ഉള്ളുകൊള്ളുന്നതായി തോന്നാറുണ്ട്. പക്ഷേ മറ്റുള്ളവരെ വിമർശിക്കാൻ അവർക്കൊരു പ്രശ്നവുമില്ല. ഇതന്നെയാണല്ലോ ഒരു വിഷയം. നമ്മൾ ഈ മതത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു വരണം. അവിടെ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് അവിടെ എനിക്ക് ഓഹരിയുണ്ട്, എനിക്കവിടെ ഒരു ഇന്നതുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കൽ മലപ്പുറത്ത് വെച്ചാണെന്ന് തോന്നുന്നു ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, എങ്ങനെയാണ് നിങ്ങളൊരു മതത്തിന് പുറത്താണ് എന്ന് തിരിച്ചറിയുക, നിങ്ങൾ മതേതര ലോകവീക്ഷണമുള്ള ആളാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, നിങ്ങളൊരു മതസംരക്ഷകൻ അല്ലെങ്കിൽ മതത്തിന് വേണ്ടി വാദിക്കുന്ന ആളല്ല എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക, അല്ലെങ്കിൽ മതരാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളല്ല എന്നെങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക. ഒരു സംഗതിയുള്ളൂ, നിങ്ങൾ ഉണ്ടായിരുന്ന മതം അതിനെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിലത്തെ ദൈവത്തെക്കുറിച്ചോ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ അവിടുത്തെ മത ആചാരങ്ങളെക്കുറിച്ചോ അവിടുത്തെ പുസ്തകങ്ങളെക്കുറിച്ചോ, ആ പുസ്തകത്തിൽ അതുണ്ടോ ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയും പിടുത്തവും ചൊറിച്ചിലും അസ്കിതകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തല്ല, നിങ്ങൾ അകത്താണ് 100%. ഇതിനകത്ത് എന്താ സംശയം? പിന്നെ അതാണ് ഈ സോക്കോൾഡ് ആൾക്കാർ ഇങ്ങനെ മതവിമർശകർ എന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട്. പുസ്തകമൊക്കെ എടുത്ത് അവിടെ ഇവിടെ ആയിഷയുടെ പ്രായവും പിന്നെ മുഹമ്മദിൻ്റെ അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആക്ച്വലി ഈ മതത്തിൽ ഉള്ളവരെല്ലാം ഇതിൻ്റെ പേരിൽ തീവ്രമായി ഈ അന്യവിരോധവും അതിൻ്റെ പൊളിറ്റിക്സും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ പുസ്തകം എല്ലാം അപ്പടി ശരിയാണെന്നല്ല. അവർ പറയുന്നത് ആയിരിക്കും പുസ്തകം ഞങ്ങൾ വി ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ളവരാണ് കൂടുതലും. ഇതിൻ്റെ പുസ്തകം ശരിയാണെന്ന് പറയുന്നവരെ കൊണ്ട് മാത്രമേ ചിന്തിപ്പിക്കാനേ ഇത്തരത്തിലുള്ള പുസ്തക വിമർശനങ്ങളിൽ സാധിക്കും. ഇങ്ങനെ പല പല ആൾക്കാരുണ്ട്. ഈ അസ്ഥിയിൽ കയറിയ വിശ്വാസം എന്ന് പറയുമ്പോൾ പുസ്തകം ശരിയാണ്, ഇത് അള്ളാഹ് ഇറക്കി തന്നതാണ്, അല്ലെങ്കിൽ രാമനെ ഇറക്കി തന്നതാണ്, കൃഷ്ണൻ ഇറക്കി തന്ന, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ യഹോവയുടെ ഇതാണ് പറഞ്ഞാണ് 10 കമാൻഡ്. അങ്ങനെ ചിന്തിക്കുന്നവരിൽ ഒരു ചെറിയ സംശയവും ഒരു നവീകരണവുമാണ് മതവിമർശനം കൊണ്ടുണ്ടാവുക. ഉണ്ടാവണമെന്നില്ല, കാര്യം അവർ ഭയങ്കര ഇൻസുലേറ്റഡ് ആണ്. പക്ഷെ ഇതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. ഇതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഒരു സമൂഹത്തിലെ. ഇപ്പം നിങ്ങളിപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് തന്നെ പറഞ്ഞു, സ്ത്രീകൾക്ക് സ്വത്തവകാശം, പകുതി സ്വത്തവകാശം എന്ന് പറയുന്നത് നമ്മുടെ 21-ാം നൂറ്റാണ്ടിലെ പൊതുധാർമ്മികതയ്ക്കോ പൊതുരാഷ്ട്രീയത്തിനോ ഒന്നും ചേർന്ന കാര്യമല്ല. അത് വലിയൊരു കുറ്റമാണ് യഥാർത്ഥത്തിൽ. ആ കുറ്റത്തെ ന്യായീകരിക്കാനായിട്ട് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ അത് BJP കൊണ്ടുവരുന്നതുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന മതേതരരും മതവിമർശകരും ഒക്കെ കേരളത്തിലുണ്ട്. എത്ര ഭയങ്കരമാണ് ഇത് എന്നാലോചിച്ചു. അപ്പോൾ അവർക്ക് നീതിയും ന്യായവും ഒന്നുമില്ല. എന്താണോ മതം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഷാഡോ ഫൈറ്റേഴ്സായിട്ട് അവർ മാറുകയാണ്. ആ ഷാഡോ ഫൈറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കൂടുതലും സെയിം തിങ് ആണ്.